റോഡരികിലാണ് വീട്. അത് ഗമയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? റോഡിലേക്ക് ഇറങ്ങാൻ മാർഗമില്ല. സ്വന്തം സ്ഥലം റോഡിന് സൗജന്യമായി വിട്ടു നൽകിയ ഒരു വീട്ടമ്മ ശരിക്കും വെട്ടിലായിരിക്കുകയാണിപ്പോൾ. ആ പുലിവാൽ വിശേഷത്തിലേക്കാണ് ഇനി. പത്തനംതിട്ട നഗരസഭയിലെ തേങ്ങാപ്പാറ ചുരുളിക്കോട് റോഡ് ചെറിയ ഇടവഴി മാത്രമായിരുന്നിടം പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകിയതോടെയാണ് കോൺക്രീറ്റ് റോഡായത്. തറനിരപ്പിൽ നിന്ന് അത്യാവശ്യം ഉയരത്തിൽ റോഡ് നിർമ്മിച്ചു. റോഡെന്ന ആഗ്രഹം പൂർത്തീകരിക്കാനായി 1.5 സെന്റ് സ്ഥലമാണ് ദീനാമ വിട്ടു നൽകിയത്. പക്ഷേ റോഡിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ദീനാമയ്ക്ക് വീട്ടിലേക്ക് ഇങ്ങനെ വേണം ഇറങ്ങാൻ. സർക്കസ് പഠിച്ചാൽ മാത്രമേ ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് കയറാൻ കഴിയൂ എന്നതാണ് സ്ഥിതി. മറ്റെല്ലാ വീട്ടിലേക്കും പടികൾ നിർമ്മിച്ചു നൽകി. അന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റെപ്പ് ഇടാമെന്നുള്ള വ്യവസ്ഥയിൽ എല്ലാവർക്കും സ്റ്റെപ്പ് ഇടുമല്ലോ. അത് വെച്ചിട്ട് ഞാനും ഓർത്ത് എനിക്ക് സ്റ്റെപ്പ് ഇട്ട് തരും എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ വസ്തു വിട്ടുകൊടുത്തത്. ഞാനിവിടെ വരുമ്പോഴെല്ലാം ഇവിടെ ഭയങ്കര പണിയാണ്, ജോലിയാണ്, എല്ലാവരും മേശരിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് സ്റ്റെപ്പ് ഇടുന്നത്. അത് ചേച്ചി സ്റ്റെപ്പ് ഇട്ട് തരും. ഇറങ്ങുന്ന ഞാൻ ചാടി ഇറങ്ങണം, കാലൊടിഞ്ഞു പോകും. നഗരസഭയിലും കളക്ടറേറ്റിലും എല്ലാം പരാതി നൽകി കാത്തിരിക്കുകയാണ് ദീനാമ. ചെറിയ വീട്ടിൽ കുടുംബമായി താമസിക്കുന്ന രത്നമ്മയുടെ അനുഭവം മറ്റൊന്നാണ്. കാഴ്ചാപരിമിതിയുള്ള രത്നമ്മയുടെ വീടിന്റെ പുറത്തുള്ള ശൗചാലയത്തിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെ. പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ജീവൻ പണയം വെച്ച് വേണം പോകാൻ. റോഡ് പണിക്കായി കല്ലെടുത്തതോടെയാണ് ഈ അപകട സാധ്യത. പണി പൂർത്തീകരിച്ച ശേഷം പ്രശ്നം പരിഹരിച്ചു നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. കക്കൂസിൻ്റെ എല്ലാം കെട്ടിത്തരാ എന്നും പറഞ്ഞുകൊണ്ട് മെമ്പർ വന്ന് പറഞ്ഞത്. ഇത് കെട്ടിത്തരാന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങോട്ടെടുത്ത് ഇല്ല അതുപോലെ സഹായിച്ചു തരാമെന്ന്. റോഡ് പണി കഴിഞ്ഞ് ചോദിച്ചണേയും പറഞ്ഞു പിന്നീട് വന്ന് ചെയ്തു തരാമെന്ന്. എനിക്ക് താഴെയോട്ടൊന്നും ഒരാളെ ആശ്രയമില്ലാതെ അങ്ങോട്ട് ഇറങ്ങാനൊക്കത്തില്ല. എനിക്ക് നടക്കാനും പറ്റത്തില്ല, കണ്ണും കാണത്തില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചാൽ പ്രശ്നം പരിഹരിച്ചു തരാമെന്നാണത്രേ ഇപ്പോൾ ഇവരുടെ മെമ്പർ പറയുന്നത്. പ്രദേശവാസികളുടെ യാത്രാ ദുരിതം പരിഹരിക്കാനാണ് ഇവിടെ ഒരു റോഡ് പണി ആരംഭിച്ചത്. പണിക്ക് ശേഷം ഇവിടുത്തെ 2 കുടുംബങ്ങൾക്ക് സമാനതകളില്ലാത്ത ദുരിതമാണ്. ഇതെന്തൊരു പണി എന്നാണ് ഇന്നാട്ടുകാർ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നത്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.